നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഇസ്രായേൽ ജനതയുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനവും അവരെ ദൈവം തിരഞ്ഞെടുത്തതും ആയിട്ടുള്ള കാര്യങ്ങളാണ്. യഹൂദന്മാരെന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനതയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വളരെ വലിയതാണ്. അബ്രഹാം, യാക്കോബ് എന്നിവരെ പോലെയുള്ളവരിൽ കൂടി ദൈവം ഇസ്രായേൽ ജനതയോട് സംസാരിച്ചു. പിന്നീട് മോശയിലൂടെയും മറ്റ് പ്രവാചകന്മാരിലൂടെയും ഒടുവിലായി കർത്താവായ യേശു ക്രിസ്തുവിലൂടെയും ദൈവം ഇസ്രായേൽ ജനതയോട് സംസാരിച്ചു. യേശുവിൻ്റെ സുവിശേഷം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന് വളരെ പെട്ടെന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസിനും മറ്റ് അപ്പോസ്തലന്മാർക്കും മനസ്സിലായി. തൻ്റെ സന്ദേശം ലോകമെങ്ങും പരത്തുവാൻ ദൈവം അവരെ വിളിക്കുകയായിരുന്നുവെന്നും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കി. അവർ അത് ഗ്രഹിച്ചു. വിദ്യാസമ്പന്നനായ ഒരു പരീശനായിരുന്നു ശൗൽ. യേശുവിൻ്റെ അനുഗാമികളെ നശിപ്പിക്കുകയും അങ്ങനെ യഹൂദമതത്തെ യേശുവിൻ്റെ മാർഗത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ശൗലിൻ്റെ ജീവിതവ്രതം. യുവാവായ ഒരു ക്രിസ്തുവിശ്വാസിയായിരുന്ന സ്തേഫാനോസ്, യഹൂദ പ്രമാണിമാർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. അവൻ്റെ മരണം ശൗലിനെ വളരെ സന്തോഷിപ്പിച്ച ഒരു സംഭവമായിരുന്നു. സ്തേഫാനോസ് കൊല്ലപ്പെട്ട ദിവസം മുതൽ യെരുശലേമിലെ യഹൂദന്മാർ യേശുവിൻ്റെ അനുയായികളെ കഠിനമായി പീഡിപ്പിച്ചു തുടങ്ങി. സ്തേഫാനോസിൻ്റെ മരണത്തിൽ ദുഃഖിതരായ ചില ഭക്തജനങ്ങൾ സ്തേഫാനോസിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവരെല്ലാം യഹൂദയുടെയും ശമരിയയുടെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ശൗലും വിശ്വാസികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചു. അങ്ങനെ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കെതിരെ ഭീഷണിയും കൊലവിളിയും ഉയർത്തിക്കൊണ്ടിരുന്നു. ദമസ്കോസ് നഗരത്തിലെ യഹൂദ പ്രമാണികൾക്ക് നൽകുവാൻ വേണ്ടി ശൗൽ മഹാപുരോഹിതനിൽ നിന്നും കത്തുകൾ വാങ്ങി. അവിടെയുള്ള വിശ്വാസികളെ പിടികൂടി യെരുശലേമിലേക്ക് കൊണ്ടുവരാനായിരുന്നു ശൗലിൻ്റെ പദ്ധതി. ശൗൽ ദമസ്കോസിലെത്താറായപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു പ്രകാശം ശൗലിൻ്റെ ചുറ്റും മിന്നി. ശൗൽ നിലംപതിച്ചു. ശൗലേ, ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്തിന് എന്ന് അവനോട് ചോദിക്കുന്നൊരു ശബ്ദവും ശൗൽ കേട്ടു. നീ ആരാണ് കർത്താവേ? ശൗൽ ആരാഞ്ഞു. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഉടനെ മറുപടി ഉണ്ടായി. എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. ശൗലിനോടൊപ്പം യാത്ര ചെയ്തിരുന്നവരും ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റു. കണ്ണു തുറന്നിട്ടും അവനൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. അതിനാൽ കൂടെ ഉണ്ടായിരുന്നവർ അവനെ കൈക്കു പിടിച്ച് ദമസ്കോസ് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് ശൗലിന് കാഴ്ചയില്ലായിരുന്നു. ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തതുമില്ല. ദമസ്കോസിൽ അക്കാലത്ത് അനന്യാസ് എന്നു പേരുള്ള ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനുണ്ടായിരുന്നു. ഒരു ദർശനത്തിൽ കർത്താവ് അനന്യാസിനെ വിളിച്ചു. അനന്യാസേ, കർത്താവേ, ഞാനിതാ. അങ്ങനെ അനന്യാസ് വിളി കേട്ടു. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിലേക്ക് പോകുക. അവിടെ യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക. അവനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനന്യാസ് എന്നൊരാൾ വന്ന് തനിക്ക് കാഴ്ച വീണ്ടു കിട്ടേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുമെന്ന് ശൗലിന് ദർശനമുണ്ടായിരിക്കുന്നു. അനന്യാസ് പറഞ്ഞു, കർത്താവേ, ഈ മനുഷ്യനെപ്പറ്റി എന്നോട് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ജനത്തിനെതിരെ യെരുശലേമിൽ വളരെയധികം തിന്മ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങയെ നമസ്കരിക്കുന്നവരെയെല്ലാം പിടികൂടാനായി അയാൾ ദമസ്കോസിൽ എത്തിയതാണ്. മുഖ്യപുരോഹിതരുടെ അനുമതി പത്രത്തോടെയാണ് അയാളുടെ വരവ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളൂ,
ശൗലിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിജാതീയരോടും അവരുടെ രാജാക്കന്മാരോടും ഇസ്രായേൽ ജനതയോടും എൻ്റെ നാമം അറിയിക്കുവാൻ അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എത്രമാത്രം സഹിക്കേണ്ടതുണ്ട് എന്നു ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കർത്താവ് ഇത് അനന്യാസിനോട് പറഞ്ഞു. അങ്ങനെ അനന്യാസ് പോയി ശൗൽ പാർത്തിരുന്ന വീട്ടിൽ ചെന്നു. അനന്യാസ് ശൗലിൻ്റെ മേൽ കൈകൾ വെച്ചു. സഹോദര ശൗലേ, അനന്യാസ് വിളിച്ചു. നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശുവാണ് എന്നെ അയച്ചിരിക്കുന്നത്. നിനക്ക് കാഴ്ച വീണ്ടും ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാകേണ്ടതിനുമാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ചെതമ്പലുകൾ പോലെ എന്തോ ഒന്ന് ശൗലിൻ്റെ കണ്ണിൽ നിന്നും അടർന്നു വീഴുകയും കാഴ്ച തിരികെ പ്രാപിക്കുകയും ചെയ്തു. ശൗൽ എഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ചു, ആഹാരം കഴിക്കുകയും ബലം നേടുകയും ചെയ്തു. ശൗൽ ദമസ്കോസിലുള്ള വിശ്വാസികളുടെ കൂടെ കുറേ ദിവസങ്ങൾ പാർത്തു. യേശു ദൈവപുത്രനെന്ന് സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും ചെയ്തു. അത് കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. അവർ ചോദിച്ചു, യേശുവിനെ നമസ്കരിക്കുന്നവരെയെല്ലാം കൊന്നുമുടിച്ചു നടന്നവനല്ലേ ഈ മനുഷ്യൻ? അങ്ങനെയുള്ളവരെ പിടികൂടി യെരുശലേമിലെ മുഖ്യപുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ടല്ലേ ഇയാൾ വന്നത്? എന്നാൽ ശൗൽ വളരെ ധൈര്യപൂർവ്വം പ്രസംഗം തുടർന്നു. യേശു രക്ഷകനാണെന്ന് ശൗൽ തെളിയിച്ചു. ദമസ്കോസിലുള്ള യഹൂദന്മാർക്ക് പ്രതിവാദം പറയുവാൻ ഉണ്ടായിരുന്നില്ല. ഇത് ശൗലിനെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച ക്രിസ്തുവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.